ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്കൂളിന്റെ ഒരു പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മളിത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പെട്ടെന്ന് തീർക്കാം. ഒരു 16 ഡിഫൻസ് മെക്കാനിസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. കാരണം ഇത് എസ്സേ ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. ഇത് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ കൺഫ്യൂസിംഗ് ആയിട്ട് കുറച്ച് 2-3 ഓപ്ഷൻ തന്നാൽ പിന്നെ അത് നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആ മാർക്ക് കൂടി പോകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കഴിയുന്നത്ര ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് ചില വാക്കുകളൊക്കെ, ചില ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ചിലതിനൊക്കെ ചില വേർഡ്സ് വെച്ചിട്ട്, ഉദാഹരണത്തിന് റാഷണലൈസേഷൻ സാധനം വരുന്നുണ്ട്. അതിനെ നമ്മൾ സോർവേപ്പ് ഡിഫൻസ് മെക്കാനിസം തീരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യുന്നതാണ്. സോ നമ്മൾ ആ പേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ തിയറി നമുക്ക് തുടങ്ങാം കേട്ടോ. ഡെഫിനിഷൻ, പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫൻസ് മെക്കാനിസം? ഇപ്പോൾ എന്താണ്, നമ്മൾ എങ്ങനെയാണോ സ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പോൾ അതിലൊരാളൊന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കത്തില്ലേ? ഇപ്പോൾ കരാട്ടെ അല്ലെങ്കിൽ ബോക്സിംഗ് പഠിച്ച ആളാണെങ്കിൽ നമ്മൾ മുട്ടി നിൽക്കത്തില്ലേ? അതേപോലെ നമ്മുടെ മൈൻഡ് കഴിയുന്നിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിർത്താനായിട്ട് നോക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം, അതായത് നമുക്കൊരു ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ഗിൽറ്റോ ഈ കുറ്റബോധമോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി മൈൻഡ് കുറച്ച് പരിപാടികൾ പ്രയോഗിക്കും. അങ്ങനെ നമ്മളെ ടെൻഷന്, സ്ട്രെസ്, ആങ്സൈറ്റി അതൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ മൈൻഡിൽ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് എന്ത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണ്? ഇറ്റ്സ് എ ടെക്നിക് അഡോപ്റ്റഡ് ബൈ ദി ഇൻഡിവിജ്വൽ ടു കോപ്പ് വിത്ത് ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ദാറ്റ് മെയിൻലി അറോസ്ഡ് ബൈ കോൺഫ്ലിക്റ്റ്. എന്താണ്, ഗിൽറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈൻഡ് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഡിഫൻസ് മെക്കാനിസം. ഇതിനകത്തൊരു 16 വരുന്നുണ്ട്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ പേരറിയത്തില്ലെങ്കിലും നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് തന്നെയാണ്. ഇതിന്റെ പേരും ഇത് പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഡിനയൽ. 16 സത്യം പറഞ്ഞാൽ ഓർത്ത് വെക്കുവാണെങ്കിൽ തന്നെ പേര് ആദ്യം എഴുതിയെടുക്കുക. ഇൻ കേസ് ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഈ പേരൊക്കെ എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് ആ പേര് വെച്ച് തന്നെ അത്യാവശ്യമൊക്കെ ആലോചിച്ച് എഴുതാൻ പറ്റാന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഡിനയൽ നോക്കാം. ഡിനയൽ എന്നുള്ള പോർഷൻ നോക്കാം. ഫസ്റ്റ് ഡിനയൽ, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയൽ. refusing to accept reality or fact. For example, a person denies having an illness even after diagnosis. സംഭവം എന്താ, ഇപ്പോ ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു മാരകമായ അസുഖമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതേ കാലം ഇല്ല. ഇപ്പൊ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ സ്ട്രെസ് ആയി, ആങ്സൈറ്റി ആയി. ഇപ്പൊ നമ്മുടെ മൈൻഡ് എന്ന് വിചാരിക്കും, ഇത് ഉള്ളിലോട്ട് എടുത്താലല്ലേ ഈ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ വരത്തുള്ളൂ. എന്ത് ചെയ്യും? ഉള്ളിലോട്ട് എടുക്കുന്നില്ല, നമ്മളങ്ങ് എന്ത് ചെയ്യുക, നിരസിക്കുകയാണ്. അതാണ് ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം, റിഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയാലിറ്റി. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എന്ത് പറ്റി, നമുക്ക് ടെൻഷൻ വരും. അപ്പൊ എന്ത് ചെയ്യുക, ആ റിയാലിറ്റി എന്താണെന്നുള്ളത് റിഫ്യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഉള്ളത്, എന്ത്, ഡിനയൽ എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എക്സാമ്പിൾ ജസ്റ്റ് നോക്കിയൊക്കെ എന്താണ്, പേഴ്സൺ ഡിനൈസ് ഹാവിംഗ് എൻ ഇൽനെസ് ഈവൻ ആഫ്റ്റർ ഡയഗ്നോസിസ്. പേരോർത്താണ് ഡിനയല്. അടുത്തത് രണ്ടാമതാണ് റിപ്രഷൻ. ഇതുപോലെ സിമിലർ വേർഡ് ഉള്ള സാധനം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിപ്രഷൻ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. റിപ്രഷൻ എന്ന് വെച്ചാൽ unconsciously pushing away painful memories or thoughts. For example, forgetting childhood abuse. ഈ അൺകോൺഷ്യസ്ലി എന്നുള്ള വാക്കൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കേട്ടോ. ഈ അൺകോൺഷ്യസ്ലി എന്നുള്ള ഈ സംഭവം ഏതാ, അൺകോൺഷ്യസ്ലി എന്നുള്ളത് ഈ ഒരു അൺകോൺഷ്യസ്ലി സാധനം നല്ലപോലെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അൺകോൺഷ്യസ്ലി പുഷിങ് അവേ പെയിൻഫുൾ മെമ്മറീസ് ഓർ തോട്ട്സ്. ഫോർഗെറ്റിംഗ് ചൈൽഡ്ഹുഡ് അബ്യൂസ്. ചിലർക്കാണെങ്കിൽ കുഞ്ഞുനാളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോശമായ ഇൻസിഡന്റോ അബ്യൂസോ ഒക്കെ ഉണ്ടായി കാണും. പക്ഷെ അത് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അങ്ങനെ നടന്നിട്ടില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ, എന്റെ കാര്യം പറയുന്നത്, പക്ഷെ എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം എടുത്തില്ലേ, അതാണ് റിപ്രഷൻ. അയാൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ തന്നെ അയാൾ മറന്നു പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള കണ്ടീഷനിലൊക്കെ സൈക്യാട്രിസ്റ്റ് ഒക്കെ ഭയങ്കര ഡീപ്പായിട്ട് കൗൺസിൽ ചെയ്ത് അങ്ങ് പോകുമ്പോഴാണ് ഇതുപോലൊരു സംഭവം ഉറങ്ങി കടന്നിട്ടുണ്ട്, മനസ്സിലുണ്ട് എന്ന് മനസ്സിലാവുന്നതൊക്കെ അപ്പോഴാണ്. ഇപ്പൊ റിപ്രഷൻ എന്താണ്, അൺകോൺഷ്യസ്ലി പുഷിങ് അവേ പെയിൻഫുൾ മെമ്മറീസ് ഓർ തോട്ട്സ്. അടുത്തത് സപ്രഷൻ. സപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ കുത്തിവെക്കുക, നമ്മൾ മൂടിയൊക്കെ കയറത്തില്ലേ, ആ ഒരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നത്, സപ്രഷന് കോൺഷ്യസ്ലി, ആ വാക്കാണ്. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് നേരത്തെ അൺകോൺഷ്യസ് നോക്കിയേക്കാൻ പറഞ്ഞ. ഇവിടെ കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, അവോയ്ഡിങ് അൺവാണ്ടഡ് തോട്ട്സ് ഓർ ഫീലിങ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതില് സപ്രഷന്റെ എക്സാമ്പിൾ എന്താ, ട്രൈങ് നോട്ട് ടു തിങ്ക് അബൌട്ട് എ ഫൈറ്റ്. ഇപ്പോ നമുക്കൊരു അടി ഉണ്ടായി, അത് നമ്മൾ മറന്നിടാൻ ശ്രമിക്കുക, അതിൽ ഓർമ്മപ്പെടുത്തേക്കാണ് ഉണ്ടല്ലോ, അത് ഞാൻ മറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുക, അതൊക്കെയാണ് സപ്രഷൻ.
അതായത് വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴല്ലേ ലൈക്ക് നമുക്ക് ആങ്സൈറ്റി വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക, ഓർക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. എങ്ങനെ? കോൺഷ്യസ് ആയിട്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, സപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലെയിമിങ് അതേഴ്സ് ഫോർ യുവർ ഓൺ ഫോൾട്ട് ഓർ ഫീലിങ്സ്. ഇപ്പോ അതിനെന്താ പറയാ, അക്യൂസിങ് അതേഴ്സ് ഫോർ ലൈങ് വെൻ യു ഡു. എന്നാണ് നിങ്ങളുടെ ഒരാള് ഈ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്നൊക്കെ ഒരു സംഭവം ഇല്ലേ, അതിന് കറക്റ്റ് അല്ല സംഭവം വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊരാള് തെറ്റ് പറഞ്ഞു തരികയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് അവരെ തന്നെ തെറ്റി അറിയാം, നിങ്ങളാണ് അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മേളിൽ ആരെങ്കിലും പറയും, ബ്ലെയിമിങ് അതേഴ്സ്. നമ്മൾ തെറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് മറ്റൊരാളെ പഴിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ട് ചെയ്യാം, നമ്മുടെ തെറ്റ് വേറൊരാളിൽ പ്രൊജക്ട് ചെയ്യാം. അടുത്ത സംഭവമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിന് പറ്റിയത്. ഇപ്പൊ അങ്ങാടി തോറ്റത്തിന് അമ്മയോടെന്ന് പറയത്തില്ലേ, കാരണം എന്താ, അമ്മയോട് പറഞ്ഞാൽ അമ്മയൊന്നും ചെയ്യാൻ പോകില്ല. പക്ഷെ വെളിയിൽ എന്തെങ്കിലും പോയി ചെയ്യുവാണെങ്കിൽ അവിടുന്ന് നല്ല അടിയോ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സേഫർ ആയിട്ടുള്ള ടാർഗറ്റിലോട്ട് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ്. അതെന്താണ്, ഒരിടത്തുനിന്ന് എടുത്തിട്ട് മറ്റൊരിടത്ത് കൊടുക്കുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിങ് ഇമോഷൻസ് ടു എ സേഫർ ടാർഗറ്റ്. ഇതിന് എക്സാമ്പിൾ എന്താണ്, ആംഗ്രി ടു എ ബോസ് ബട്ട് യെല്ലിങ് അറ്റ് ഫാമിലി. എന്താണ്, ബോസിനോട് പറഞ്ഞ എന്ത് പോകും, നമ്മുടെ പണി പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ പറഞ്ഞ എന്താ, രണ്ട് ചക്കര മുത്തെന്നൊക്കെ വിളിച്ചാൽ അതെന്താ, ഫാമിലി ഉള്ളത് കോൺസിക്വൻസ് ഒക്കെ മാറും. പക്ഷെ ബോസിനോട് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സേഫർ ടാർഗറ്റിലേക്ക് നമ്മുടെ ഇമോഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആറാമത്തെ നോക്കിയാലോ, ഇത്ര ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അടുത്ത റിഗ്രഷൻ. കണ്ടോ, റിപ്രഷൻ റിഗ്രഷൻ ഒരേപോലെ വേർഡ് ഉണ്ടോ? സോ നമ്മൾ അതുപോലത്തെ വാക്കുകളൊക്കെ തിരിഞ്ഞു പോകാൻ നോക്കണം. കാരണം ഇതായിരിക്കും എന്തിനു വരുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്താണ്, ഈ റിപ്രഷൻ റിഗ്രഷൻ ഇതായിരിക്കും പ്രധാനമായിട്ട് ചോദിക്കുക. സോ നമ്മൾ റിപ്രഷനും റിഗ്രഷനും നമ്മൾ നോക്കി വെക്കണം. റിട്ടേണിങ് ടു എ ചൈൽഡ്ഹുഡ് ബിഹേവിയർ വെൻ സ്ട്രെസ്ഡ്. ഇതാണ്, നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ബിഹേവിയറിലേക്ക് റിട്ടേൺ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്രൈങ് ഓർ ഓവർ ഈറ്റിംഗ് ഡ്യൂറിങ് സ്ട്രെസ്. ക്രൈങ് അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയുകയും ഓവർ ഈറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ എക്സാമ്പിൾ ആണ് പറയുന്നത് ഇതിന്റെ, റിഗ്രഷന്റെ. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർ കാണത്തില്ലേ, ഇപ്പൊ അച്ഛനമ്മയെ കാണും, ഇപ്പൊ മക്കള് പെട്ടത് എന്താണ്, ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മരിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവര് മണ്ണാണോ റോഡാണോ നോക്കത്തില്ല, തറയിലോട്ട് ഇരുന്നിട്ട് മണ്ണ് വാരുകയും ഭയങ്കരമായിട്ട് കടന്ന് കരയുകയും നിലത്ത് ഇരുന്ന് അടിക്കുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ, എഴുന്നേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ അതല്ലേ ചെയ്യുന്നത്, ഒരു സാധനം കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരു സാധനം കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത്, വാവിട്ട് അലക്കുക, മണ്ണാണെങ്കിൽ മണ്ണെടുത്ത് വാരുക, കൈയിട്ട് അടിക്കുക ഒക്കെ ചെയ്യത്തില്ലേ. അതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ബിഹേവിയറിലോട്ട് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ ചൈൽഡ്ഹുഡ് ബിഹേവിയർ. ഓക്കെ. നെക്സ്റ്റ് അടുത്താണ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മേക്കിംഗ് എക്സ്ക്യൂസസ് ടു ജസ്റ്റിഫൈ ബിഹേവിയർ ഓർ ഫീലിയർ. എക്സാമ്പിൾ, സേയിങ് എ ലോസ് വാസ് നോട്ട് മെൻ ഫോർ മീ. ഈ റാഷണലൈസേഷൻ നമ്മൾ എന്ത് പറയാറുണ്ട്, ഗ്രേപ്പ് വൈൻ അല്ലെ, മറ്റേ നമ്മൾ പറയത്തില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കല്ലേ, സോർ ഗ്രേപ്പ് എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് എന്ത്, റാഷണലൈസേഷൻ. ഇപ്പം നമുക്കൊരു സാധനം കിട്ടിയില്ല, അപ്പൊ നമ്മളോട് എന്ത് ചോദിക്കും, കൂട്ടുകാരിലെ വീട്ടുകാരിലേക്ക്, എന്താ ഇതിന് കിട്ടാത്തതിൽ വിഷമമുണ്ടോ? അപ്പൊ നമ്മൾ എന്താ പറയും, അല്ലേലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് എല്ലാം സംഭവിക്കാന്ന് പോകത്തില്ല, ഞാൻ ചുമ്മാ ട്രൈ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതാണ് ഏത്, റാഷണലൈസേഷൻ. മേക്കിംഗ് എക്സ്ക്യൂസസ് ടു ജസ്റ്റിഫൈ യുവർ ബിഹേവിയർ ഓഫ് ഫെയിലിയർ. അതിനെയാണ് എന്ത് പറയുന്നത്, റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വേറൊരു പേരുണ്ട്, അതായത് സോർ ഗ്രേപ്പ് എന്നാണ്, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന തന്നെ ചിലപ്പോൾ ചോദിക്കാം, ആ വാക്കുണ്ട് സോർ ഗ്രേപ്പ് എന്നുള്ള ഡിഫൻസ് മെക്കാനിസം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും, റാഷണലൈസേഷൻ നമ്മൾ എഴുതണം. അടുത്താണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ചാനലിംഗ് നെഗറ്റീവ് ഇമ്പൾസസ് ഇൻടു പോസിറ്റീവ് ആക്ഷൻ. എക്സാമ്പിൾ, യൂസിങ് ആങ്കർ ടു വർക്ക്ഔട്ട് ഓർ പെയിന്റ്. അപ്പൊ എന്താണ്, നമ്മുടെ അടുത്തല്ലേ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ലെവലിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കരമായിട്ട് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നൊരു ഫെയിലിയർ ഉണ്ടായി, മാച്ചിൽ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രെസ്സിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജിമ്മിൽ പോയിട്ട് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വളരെ പ്രൊഡക്റ്റീവായിട്ടൊരു സംഭവം ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ഫെയിലിയർ നമ്മൾ അത്രയും പോസിറ്റീവായിട്ടുള്ള ആക്ഷനിലൂടെ നമ്മളെ സെൽഫ് റിവാർഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്, ആ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എന്താണ്, നെഗറ്റീവ് ഇമ്പൾസസ് ടു പോസിറ്റീവ് ആക്ഷൻ. ഇപ്പൊ എന്താണ്, സത്യം പറഞ്ഞ ഈ ഡിഫൻസ് മെക്കാനിസം രണ്ട് ടൈപ്പ് ഉണ്ട്. ചിലത് നെഗറ്റീവ് ആയിട്ടുണ്ട്, നമുക്ക് തന്നെ അത് മോശമാണ്. ചിലതുണ്ട് നമുക്ക് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള. അങ്ങനെ നമുക്ക് തന്നെ പോസിറ്റീവായിട്ട് നമ്മുടെ ആങ്സൈറ്റിനെയും സ്ട്രെസ്സിനെയും ഗിൽറ്റിനെയും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഏത്, സബ്ലിമേഷൻ എന്ന് പറഞ്ഞൊരു ഡിഫൻസ് മെക്കാനിസം. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, യൂസിങ് ആങ്കർ ടു വർക്ക്ഔട്ട് ഓർ പെയിന്റ്. അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബിഹേവിങ് ഓപ്പോസിറ്റ് ടു ട്രൂ ഫീലിങ്സ്. എക്സാമ്പിൾ എന്താണ്,
ബിഹേവിങ് ഓപ്പോസിറ്റ് ടു ട്രൂ ഫീലിങ്സ്. എക്സാമ്പിൾ, ട്രീറ്റിംഗ് സമ്മൺ നൈസ്ലി യു ഡിസ്ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ ഇഷ്ടമുള്ള പോലെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോ അതായത് നമുക്ക് ഉള്ള റിയാക്ഷൻ എന്താണ്? ഇപ്പോ ഡിസ്ലൈക്ക് ആയിട്ടുള്ള ഒരാൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ലൈക്ക് ആണ് കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കും. അതാണ് റിയാക്ഷൻ. ഒരു പുതിയ റിയാക്ഷൻ നമ്മൾ ഫോം ചെയ്യുകയാണ്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഇതിന് കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ അല്ലെ കോളേജിൽ എന്തുണ്ട്, ഒരു കുട്ടി ഇഷ്ടമാണ്, അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മനസ്സിലായി, അവരെന്ത് ചെയ്യും? നിങ്ങളെ വെച്ച് കളിയാക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ കാണിക്കും. അവരോട് അടി ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവരെ പുച്ഛിക്കുന്ന പോലെ സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ? അതാണ് എന്ത്? ഒരു അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്? കൂട്ടുകാർ അറിഞ്ഞാലുള്ള ഗിൽറ്റോ ആ ഷെയിമോ ഒക്കെ മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അടുത്ത ഒരെണ്ണം പറയാം. അടുത്താണ് 10ാമത്തെ, കമ്പാർട്ട്മെന്റലൈസേഷൻ. കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്പറേറ്റിംഗ് ലൈഫ് പാർട്സ് ടു അവോയ്ഡ് കോൺഫ്ലിക്ട്. നമ്മുടെ പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രശ്നം വന്നു, നിങ്ങൾ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ ഇതേ മൂടോടെ വീട്ടിൽ പോകണം എന്ന് പറ്റും, ആ വീട്ടിലും അടി ഉണ്ടാവും. ഒരു കാര്യമില്ലാതെ ഒന്നും രണ്ടും പറഞ്ഞ് അടി ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നാളെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഓഫീസിൽ വന്നിട്ട് ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ സ്ട്രെസ് എന്തൊക്കെയുണ്ടോ അത് അവിടെ തന്നെ ഉപയോഗിച്ചിട്ട്, ഏത് പ്രൊഫഷൻ ആണെങ്കിൽ പ്രൊഫഷൻ, വർക്കെങ്കിൽ വർക്ക്, അവിടെ വെച്ചിട്ട് പേഴ്സണൽ ലൈഫിലോട്ട് തിരിയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഒരു 6 ഉള്ളൂ, പെട്ടെന്ന് തീർക്കാവേ. അടുത്താണ് കോമ്പൻസേഷൻ. എക്സൈലിംഗ് ഇൻ വൺ ഏരിയ ടു കവർ വീക്ക്നെസ് ഇൻ അനദർ. എക്സാമ്പിൾ, പുവർ ഇൻ സ്റ്റഡീസ് ബട്ട് ഗ്രേറ്റ് അറ്റ് സ്പോർട്സ്. ഈ സാധനം നമ്മൾ മിക്കവരും ചെയ്യുന്നതാണ്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സ്പോർട്സ് ശരിയായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിത്തത്തിൽ പിടിക്കും. അതേപോലെ ചിലപ്പോൾ നമുക്ക് പഠിത്തം ശരിയായിട്ട് വന്നില്ല, ടീച്ചർ വന്ന് ക്ലാസ്സിന് മുന്നിൽ കളിയാക്കുന്നു, എപ്പോഴും ഇട്ട് പുച്ഛിക്കണം, നമ്മൾ എന്ത് പറയും? നമ്മൾ എന്ത് വിചാരിക്കുക? സ്പോർട്സിൽ പോയിട്ട് മേഡത്തിന്റെ അടുത്ത് നിന്ന് ആ റെസ്പെക്ട് അല്ലെ, പിള്ളേരുടെ അടുത്ത് നിന്ന് ആ റെസ്പെക്ട് കിട്ടണം. അതിനാണ് എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സീലിംഗ് ഇൻ വൺ ഏരിയ ടു കവർ ദ വീക്ക്നെസ് ഇൻ അനദർ. പുവർ ഇൻ സ്റ്റഡീസ് ബട്ട് ഗ്രേറ്റ് അറ്റ് സ്പോർട്സ്. അതാണ് കോമ്പൻസേറ്റ് ചെയ്യുക അല്ലേ ഇവിടെ ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യണം നമ്മുടെ വീക്ക്നെസ് ആണ് കോമ്പൻസേഷൻ. ഇനി ഒരു 4-5 ഉള്ളൂ. അടുത്താണ് എസ്കേപ്പ് മെക്കാനിസം. എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? എസ്കേപ്പ് ആണ്. എന്ത് ചെയ്യുക? അവോയ്ഡിങ് പ്രോബ്ലംസ് ബൈ പ്രിറ്റൻഡിങ് ഓർ എസ്കേപ്പിംഗ്. എക്സാമ്പിൾ, ഫേക്കിംഗ് ഇൽനെസ് ടു സ്കിപ്പ് എക്സാം. നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു പാടുള്ള എക്സാം ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പറയാം അമ്മയോട്, അമ്മയിന്ന് വയറുവേദന, എനിക്ക് പോകാൻ പറ്റത്തില്ല, അയ്യോ ഭയങ്കര പനിയാ. ചിലപ്പോഴൊക്കെ എന്താ ചെയ്യുന്നറിയോ? നമ്മൾ ഇത്രയ്ക്ക് മൈൻഡ് കൊണ്ട് ആലോചിക്കുക, അയ്യോ പോകല്ലെന്നുള്ള, ഇത്രയും പോയാൽ പണി കിട്ടുമോ, നമ്മൾ അത്രയ്ക്ക് മെന്റലി ആലോചിക്കുമ്പോൾ എന്ത് സത്യം പറഞ്ഞ സംഭവിക്കുന്നറിയോ? ബോഡിയും കൂടി നമ്മളെ സഹായിക്കും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോശം എക്സാം ഉണ്ട്, നമ്മളെന്ത് ഈ പനി വിചാരിച്ച് കിടക്കാന്ന് വിചാരിക്കുമ്പോഴത്തേനും തന്നെ ചിലപ്പോൾ പനിയും വരും. പിന്നെ ചിലപ്പോൾ വയറുവേദന അഭിനയിച്ച് ലാസ്റ്റ് ചിലപ്പോൾ വയറുവേദനയും വരും. സോ അതാണ് എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം അല്ലെ, ഡിഫൻസ് മെക്കാനിസം ആയിട്ടുള്ള എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയുന്നത്. അവോയ്ഡിങ് പ്രോബ്ലംസ് ബൈ പ്രിറ്റൻഡിങ് ഓർ എസ്കേപ്പിംഗ്, ഫേക്ക് ഇൽനെസ് ടു സ്കിപ്പ് എക്സാം. അടുത്താണ് എന്ത്? അൺഡൂയിങ്. ട്രൈങ് ടു ക്യാൻസൽ ഔട്ട് എ റോങ് ആക്ഷൻ ബൈ ഡൂയിങ് ഗുഡ്. നമ്മളൊരു തെറ്റ് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നന്മ വെച്ച് കവർ ചെയ്യാൻ നോക്കുന്നു. എക്സാമ്പിൾ, ബീങ് എക്സ്ട്രാ കൈൻഡ് ആഫ്റ്റർ ഇൻസൾട്ടിങ് സമ്മൺ. ഇത് ഉത്തമമായിട്ട് ചെയ്യുന്നത് ആരാന്നറിയോ? സഹോദരങ്ങളാണ്, സിബ്ലിങ്സ്. നിങ്ങൾക്ക് ഒരു അനിയത്തി ഒരു ചേട്ടനുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? നമ്മൾ അനിയനിട്ടെങ്കിൽ അനിയനിട്ട് ഒരു അടി കൊടുക്കും, അവൻ കിടന്ന് കരയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞ അമ്മ വന്ന അടി കിട്ടും, നമ്മൾ എന്താ പറയും? എന്നെ തിരിച്ചടിച്ചോ, എന്നെ കടിച്ചോ എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെ. അല്ലെങ്കിൽ എന്താ, നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് ഒരു വിഷമമായി, നമ്മൾ എന്ത് ചെയ്യും? ടിവിയുടെ റിമോട്ട് അനിയന് കൊടുക്കും, കുറച്ചു നേരം അവൻ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈ തെറ്റിനെ അൺഡു ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം ഉള്ള അൺഡൂയിങ് എന്ന് പറയുന്നത്. ട്രൈങ് ടു ക്യാൻസൽ ഔട്ട് എ റോങ് ആക്ഷൻ ബൈ ഡൂയിങ് ഗുഡ്. എക്സാമ്പിൾ, ബീയിങ് എക്സ്ട്രാ കൈൻഡ് ആഫ്റ്റർ ഇൻസൾട്ടിങ് സമ്മൺ. രണ്ടെണ്ണോടി. അടുത്താണ് എന്ത്? ആക്ടിങ് ഔട്ട്. ആക്ടിങ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പ്രസിങ് ഫീലിംഗ്സ് ത്രൂ ആക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ്. എക്സാമ്പിൾ, ത്രോയിങ് ഒബ്ജക്റ്റ് വെൻ ആംഗ്രി. അത് നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലൊക്കെ ചെയ്യുന്നതായിരിക്കണം അല്ലെ? മിക്കവാറും കണ്ടാണ്. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരൊന്നും പറയത്തില്ല, എന്ത് ചെയ്യും? പോയിട്ട് അടുക്കള ചെന്നിട്ട് ആ സ്റ്റീൽ പാത്രം, കുപ്പി ഗ്ലാസ് എടുത്ത് താഴോട്ടിടുന്നു, പൊട്ടിക്കുന്നു, ചെമ്മേളം ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിങ് ഔട്ട്. അവർ വേർഡ്സ് ഉപയോഗിക്കുന്നില്ല, അവർ വന്നിട്ട് വരുന്ന സാധനം എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. എക്സ്പ്രസിംഗ് ഫീലിംഗ്സ് ത്രൂ ആക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ്. എക്സാമ്പിൾ, ത്രോയിങ് ഒബ്ജക്റ്റ് വെൻ ആംഗ്രി. ഇതാണ് എന്ത്? ആക്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. അടുത്താണ് ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റാച്ചിങ് ഫ്രം റിയാലിറ്റി ടു അവോയ്ഡ് ട്രോമ. എന്താണ്? ഡിറ്റാച്ചിങ് ഫ്രം റിയാലിറ്റി ടു അവോയ്ഡ് ട്രോമ. എക്സാമ്പിൾ, ഫീലിംഗ് ദ ഇവന്റ് ഇസ് റിയൽ. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ചിലരില്ലേ, ഇപ്പൊ ഒരാൾ മരിച്ചു പോയി ഇപ്പൊ നമ്മോട് പറയുക, അല്ലെങ്കിൽ നമുക്കൊരു, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പൊട്ടിയടാ എന്ന് പറയുമ്പോഴത്തേനും ചിലരില്ല തരിച്ചിരിക്കത്തില്ലേ, ഇല്ല ചിലർ തലയിറങ്ങി വീഴത്തില്ലേ? അതൊക്കെ ഈ ഒരു ഡിസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ആ ഷോക്ക് മൈൻഡ് എടുക്കാനായിട്ട് കുറച്ചുകൂടി സമയം വേണമെന്ന് മൈൻഡിന് തന്നെ മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
മൈൻഡ് എന്ത് ചെയ്യും, തലയിറക്കി വീഴും, അല്ലെ കുറച്ചു നേരം തരിച്ചങ്ങ് നിർത്തും. ആ ഷോക്ക് പതിയെ 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 നമ്മുടെ ബോഡി മൊത്തം അബ്സോർവ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അതിനെയാണ് ആ റിയാലിറ്റി എന്ന് ഒരു സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, പോയിട്ട് പതിയെ ആയിരിക്കും നമുക്ക് ആ ട്രോമയുടെ റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അതാണ് ഡിസോസിയേഷൻ, ഡിറ്റാച്ചിങ് ഫ്രം റിയാലിറ്റി ടു അവോയ്ഡ് ട്രോമ. ഫീലിംഗ് ദി ഇവന്റ് ഇസ് ഇൻ റിയൽ. ആ സമയത്ത് എന്ത് തോന്നും, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഞാൻ എന്തോ സ്വപ്നം കാണുകയാണ്, ഇത് ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സെൽഫ് എക്സിസ്റ്റൻസിൽ തന്നെ സംശയിക്കും. അതാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്ന സംഭവം. അടുത്താണ് ഈഗോ സെൻട്രിസം. ലാസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഈഗോ സെൻട്രിസം. ഇതെന്ന് പറഞ്ഞാൽ സീക്കിംഗ് അറ്റൻഷൻ ടു ബൂസ്റ്റ് സെൽഫ് എസ്റ്റീം. എക്സാമ്പിൾ, ടോക്കിംഗ് ലൗഡ്ലി ഓർ ജോക്കിംഗ് ഫോർ അറ്റൻഷൻ. ഇത് പൊതുവെ ആരാ ചെയ്യുന്നത്? പൊതുവെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് നമ്മൾ 10 പേര് കൂടെ നിൽക്കുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള 9 പേരും കുറച്ച് അടിപൊളിയാണ്, നമ്മൾ മാത്രം ഇങ്ങനെ ഒരു അത് കൂട്ടത്തിൽ ചേരാത്ത പോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇതാണ് അല്ലെ, അയ്യോ ഞാൻ കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് അറ്റൻഷൻ വേണം. നമ്മൾ എന്ത് ചെയ്യും, ഒരു ചീന കോമഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറ്റൻഷൻ സീക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ മറയ്ക്കാൻ വേണ്ടി മൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്, പെട്ടെന്ന് ഒരു തമാശ പറയുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവരും അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊക്കെയാണ് അടുത്തൊരു ഡിഫൻസ് മെക്കാനിസം. നമ്മളവിടെ ഒരാൾക്കും താഴ്ന്നു പോവില്ല എന്ന് മൈൻഡ് നമ്മളെ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യാണ്. അതിനെയാണ് ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഇത് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ എത്രയും കൊണ്ട് 16 ഡിഫൻസ് മെക്കാനിസം കൊണ്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ നോക്കണം, ഈ പേരൊക്കെ ഒന്ന് അത്യാവശ്യം പഠിച്ചു വെക്കണം. ഈ പേര് കൊണ്ട് തന്നെ ആ ഡെഫിനിഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ കഴിയുന്നത്ര ശ്രമിക്കുക. പിന്നെ എക്സാമ്പിളും ഒന്ന് നോക്കി വെക്കുക. കാരണം കഴിയുന്നത്ര ആ പേരും ആ എക്സാമ്പിളും കൂടി നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡെഫിനിഷൻ ഒക്കെ ഒന്ന് നമുക്ക് ഒപ്പിച്ച് എഴുതാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് ഓർക്കേണ്ട കുറച്ച് വരുവാണെങ്കിൽ ഈ അൺഡോയിങ് ഓർക്കാം, എസ്കേപ്പ് മെക്കാനിസം ഓർക്കാം, കോമ്പൻസേഷൻ ഓർക്കാം, പിന്നെ പ്രധാനമായിട്ടും ഏതാണ് ഈ റാഷണലൈസേഷൻ. നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് റാഷണലൈസേഷൻ. അതേപോലെ റിഗ്രഷനും പ്രൊജക്ഷനും ഈ റിപ്രഷനും. ഇത് നമ്മൾ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഈ 16 കംപ്ലീറ്റ് ആവും. നമ്മൾ മെയിനായിട്ട് ഈ ഡിഫൻസ് മെക്കാനിസം നോക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ഒന്നെങ്കിൽ 1 വേർഡ് എന്തായാലും ചോദിക്കും, ഇല്ലെങ്കിൽ 5 മാർക്കിനകത്ത് എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ ഒരു 16 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതോടെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന ചെറിയ ക്ലാസ്. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.